ദൈവത്തിരുനാമത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ പരിശുദ്ധ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. യേഹൂ ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിൽക്കൽ കൂടി നോക്കി. ആത്മീയ ജീവിതയാത്രയിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും മടങ്ങി വരുവാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിയിടുവാനും അവന്റെ ജീവിതത്തിൽ ലക്ഷ്യബോധത്തിന്റെ തെറ്റിച്ചു കളയുവാനും ലക്ഷ്യത്തിൽ എത്താതെ വണ്ണം തളർത്തിക്കളയുവാനും ശ്രമിക്കുന്ന പ്രലോഭനങ്ങളെ, വശീകരണങ്ങളെ, പഴയ പാപ സ്വഭാവത്തിന്റെ വീണ്ടും എഴുന്നേറ്റുള്ള പ്രവൃത്തികളെ എപ്രകാരം അതിജീവിക്കണമെന്ന് നമുക്ക് ഈ വചനത്തിലൂടെ ധ്യാനിക്കാം. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ വശീകരണങ്ങൾ പതിയിരിക്കുന്നു എന്ന് നമുക്കൊന്നാമതായി മനസ്സിലാക്കാം. യേഹൂ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവരാണ്. എന്നാൽ ഇസ്രായേലിന്റെ മുൻ രാജാവായിരുന്ന ആഹാബിന്റെ ഭാര്യയാണ് ഇസബേൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേഹൂ ഇസ്രായേലിലേക്ക് വന്ന് ഭരണം പിടിച്ചെടുക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ഇസബേൽ തൻ്റെ ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇസബേൽ ആ ഒരു സാഹചര്യത്തിൽ പോലും അവളുടെ ബാഹ്യ സൗന്ദര്യത്തെ അണിഞ്ഞൊരുങ്ങി പ്രകടമാക്കിക്കൊണ്ട് യേഹൂവിനെ വശംവദനാക്കി വശീകരിക്കുവാനായി കിളിവാതിലിലൂടെ നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യേഹൂ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്തിന്റെ നിയോഗം ഉള്ളവനും ആയിരുന്നു എന്ന് നമുക്കൊന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം. അവിടെ ദൈവം ഏലിയാവിനോട് പറയുന്നത് ഇപ്രകാരമാണ്: നിംശിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. 17-ാം വാക്യത്തിൽ ഇപ്രകാരം വീണ്ടും പറയുന്നു: ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. ഇങ്ങനെ ദൈവിക പദ്ധതിയുടെ ഭാഗമായി തീരേണ്ടുന്ന യേഹൂവിനെ പൈശാചികതയുടെ പ്രതീകമായ ഇസബേൽ തളർത്തിക്കളയുവാൻ, വശംവദനാക്കി വശീകരിച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, യേഹൂ ആ പ്രലോഭനത്തെ അതിജീവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മെ തളർത്തിക്കളയുവാനും തകർത്തു കളയുവാനും ശ്രമിക്കുന്ന പൈശാചികത, ജഡീകത നമ്മെ ഭീകര രൂപത്തിൽ ഭയപ്പെടുത്തുകയല്ല പലപ്പോഴും ചെയ്യാറ്. മിക്കവാറും സംഭവിക്കുന്നത് അത് വളരെയധികം സോഫ്റ്റായിട്ടുള്ള ഒരു അനുഭവത്തിൽ നമ്മെ വശീകരിക്കുവാൻ, പ്രലോഭിപ്പിക്കുവാൻ, നമുക്ക് ജഡത്തിൽ സുഖമോ അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങളോ പ്രദാനം ചെയ്തുകൊണ്ട് ആത്മീയ ചിന്തയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിച്ച് തകർത്തു കളയുവാനാണ് ശ്രമിക്കുക. ഇവിടെ യേഹൂവിനുണ്ടായ പ്രലോഭനവും അത്തരത്തിലായിരുന്നു. എന്നാൽ യേഹൂ അതിനെ അതിജീവിക്കുകയും ഇസബേലിന്റെ വശീകരണത്തെ, പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2, നമുക്ക് ഇപ്രകാരം യേഹൂവിന്റെ ഈ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. നമുക്കും യേഹൂവിനെ പോലൊരു ആത്മീക വിവേചനം ആവശ്യമാണ്. ഇവിടെ ഇസബേൽ തന്നെ ആകർഷണീയമായി അണിഞ്ഞൊരുങ്ങി അവതരിപ്പിക്കുമ്പോൾ, ബാഹ്യ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുമ്പോൾ, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ മയങ്ങാതെ, അതിൽ വീഴാതെ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് വിധേയപ്പെട്ടു കൊടുക്കുവാനായിട്ട് യേഹൂവിന് കഴിഞ്ഞത് അവന് ആത്മീകമായി ചിന്തിക്കുവാനും അതിജീവിക്കുവാനും കഴിഞ്ഞതുകൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനയും അപ്രകാരമായി തീരട്ടെ. കർത്താവേ, എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. നമുക്ക് തുറന്നു കിട്ടേണ്ടത് ഈ ലോകത്തിന്റെ ജഡീകതയെ കാണുന്ന നമ്മുടെ ബാഹ്യമായ ഈ കണ്ണുകളല്ല. ഉള്ളിന്റെ ഉള്ളിൽ ആത്മകണ്ണ് തുറന്നു കിട്ടി കർത്താവിന്റെ മഹത്വത്തെ കാണുവാനും
കർത്താവിന്റെ വഴികളെ അറിയുവാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള ഇസബേല്യ ശക്തികളാകുന്ന പ്രലോഭനങ്ങളെയും വശീകരണങ്ങളെയും യേഹുവിനെ പോലെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒടുവിലായിട്ട് നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും: നമ്മുടെ ലക്ഷ്യബോധം നാം മറക്കുവാനായിട്ട് പാടില്ല. നമ്മുടെ ലക്ഷ്യം എന്തെന്ന് നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. നാം ദൈവത്തിന്റെ അരികിലേക്കാണ് പോകേണ്ടത് എന്നത് നാം ഒരിക്കലും മറക്കരുത്. അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന എന്തും ഇസബേലിന്റെ പൈശാചികതയാണ് എന്ന് നാം മറന്നു പോകരുത്. അത് മറന്നാൽ ഇസബേല്യ വശീകരണങ്ങളിലും പ്രലോഭനങ്ങളിലും നാം വീണു പോകും. അതുകൊണ്ട് എപ്പോഴും ദൈവത്തെ നോക്കി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ലോകത്തെ നോക്കിയല്ല, നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങളെ നോക്കിയല്ല, നമ്മുടെ ആത്മാവിനെ ശക്തീകരിക്കുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിന് ഈ നോമ്പിൻ ദിനങ്ങളിൽ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ള ഇസബേലിന്റെ സകല അശുദ്ധ വശീകരണ പ്രലോഭന അനുഭവങ്ങളെയും അതിജീവിച്ച് ആത്മീയ മനുഷ്യരായി ജീവിക്കുവാൻ തമ്പുരാൻ നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, അങ്ങിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളിലെ ജഡസ്വഭാവമുള്ള മനുഷ്യനെ വശീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ചുറ്റും എഴുന്നേൽക്കുന്ന ഇസബേല്യ ശക്തികളെ അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും ആത്മമനുഷ്യനെ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സഹായകനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദിനംതോറും നൽകി പുതുക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതെന്ത് എന്നും പൂർണ്ണതയുള്ളത് എന്ത് എന്നും തിരിച്ചറിഞ്ഞ് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ കൃപയരുളണമെന്ന് ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ ക്രിസ്തുയേശു മുഖാന്തരം യാചിക്കുന്നു. ആമേൻ.